ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് മുഗളായി ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ 30 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ 12 അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 30 മിനിറ്റ് നേരത്തെ നമ്മൾ ചിക്കൻ മാറ്റി വെച്ച പോലെ തന്നെ മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. മിക്സിയിൽ അരച്ച് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ മിക്സിയിൽ അരച്ച് ചേർത്താൽ സവാള വഴറ്റി കഴിയുമ്പോൾ ചെറുതായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റിയെടുക്കണം. നല്ല മൊരിഞ്ഞു വരണം. ഇതേ നിറത്തിൽ സവാള വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ചിക്കനിൽ നന്നായി പിടിച്ച് കിട്ടുകയും ചെയ്യും. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ചിക്കനിലെ വെള്ളവും ഇറങ്ങി വരും. ഇപ്പോൾ 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം വേണം ചേർക്കാൻ. അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുഗളായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.